ഇത് നമ്മളെ ഫെറ്റ് എന്ന് പറയുന്ന സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു ലിങ്കാണ്. അപ്പോൾ നമ്മൾ ആസിഡ് ബേസാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആസിഡ് ബേസിൽ പിന്നെ നമ്മൾ പറഞ്ഞു വാട്ടറിൻ്റെ pH എത്രയാണ് നമ്മൾ പറഞ്ഞു അല്ലേ. വാട്ടറാണ് നടുവിൽ നിൽക്കുന്നത്, ന്യൂട്രലായിട്ട് നിൽക്കുന്നത്. ഇനി വാട്ടറിനെക്കാട്ടും താഴെയുള്ളത് ആസിഡാണെന്നും ആസിഡിൻ്റെ കുറച്ച് പിന്നെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. ഇനി വാട്ടറിൻ്റെ മുകളിലോട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ബേസാണെന്നും പറഞ്ഞു. pHൻ്റെ വാല്യൂ അറിയാത്തതിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ അതുമാത്രമല്ല നമ്മളെ ഇത് ലിറ്റ്മസ് പേപ്പറിൽ പിന്നെ ബ്ലൂ റെഡ് ആകുന്നത് എന്താണെന്ന് പറഞ്ഞു, ആസിഡാണെന്ന് പറയും. റെഡ് ബ്ലൂ ആകുന്നത് ബേസാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തു, മീഥൈൽ ഓറഞ്ചും ഫിനോഫ്തലിനും. ഇനി ഇതല്ലാതെ നമുക്ക് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ pH വാല്യൂ ഇങ്ങനെ നമുക്ക് കാണിച്ചു തരും. 7 ആണെങ്കിൽ ന്യൂട്രൽ, 7 ഇങ്ങനെ താഴോട്ട് പോകുന്നതിനനുസരിച്ച് ആസിഡിക് ക്യാരക്ടർ എന്ത് ചെയ്യും, കൂടി വരും. ഇനി 7 മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് ബേസിക് ക്യാരക്ടർ കൂടി വരും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, സെൻറ്ററിലുള്ള വാട്ടറിനെ എടുക്കുകയാണ്. വാട്ടർ എടുത്തിട്ട് ഇതാ നോക്കുകയാണെങ്കിൽ ഏതാ കളർ ഇപ്പം കാണിച്ചത്, നമ്മളതിൽ പച്ച അല്ലേ, ഈ ഒരു കളറല്ലേ, 7 അല്ലേ. ഇനി നമ്മൾ പിന്നെ താഴോട്ടേക്ക് പോവാണ്. വീക്ക് ബേസ് എടുത്ത് നോക്കൂ. വീക്ക് ബേസ് എടുത്തപ്പോൾ ഇങ്ങോട്ടേക്ക് കളർ മാറുന്നില്ല, പച്ച കുറച്ച് ഡാർക്കായി മാറിയിരുന്നില്ലേ. നമ്മൾ സ്ട്രോങ് ബേസ് എടുത്തപ്പോഴും പിന്നെ എന്ത് ചെയ്ത് ഇങ്ങോട്ടേക്ക് 14ലേക്ക് അടുത്തടുത്ത് വരികയാണ് അല്ലേ. ഇനി നമ്മൾ പിന്നെ 7 ഇങ്ങോട്ട്, അതായത് ആസിഡിക് ക്യാരക്ടറുള്ള ആസിഡുകൾ നോക്കുകയാണ്. വീക്ക് ആസിഡിൻ്റെ എക്സാമ്പിൾ നമുക്കറിയാം, എന്ത് വിനേഗറിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാ, അസിറ്റിക് ആസിഡ് അല്ലേ. അപ്പോൾ വീക്ക് ആസിഡ് എടുത്ത് നോക്കുകയാണ്. വീക്ക് ആസിഡ് എടുത്ത് നോക്കുമ്പോൾ എവിടെയാണ് കളറുള്ളത്, ഏകദേശം 7 കുറച്ച് കുറഞ്ഞ് വരികയാണ് അല്ലേ. ഇനിയോ സ്ട്രോങ് ആസിഡ് എടുത്തപ്പോഴോ അതാ കുറഞ്ഞ് അങ്ങ് ഏകദേശം 2-ൻ്റെതോ അല്ലെങ്കിൽ 1-ൻ്റെ അടുത്തോ എത്തി അല്ലേ. ഇനി നമുക്ക് കറക്റ്റ് വാല്യൂ കാണാം. ഇതിപ്പോൾ ലിറ്റ്മസ് ആ പേപ്പറിൻ്റെ ഒരു pH കളർ കീ ആണല്ലോ നമ്മൾ കാണിച്ചത്. ഇനി നമുക്ക് ഇത് തന്നെ എടുക്കാം, pH വാല്യൂ തന്നെ എടുക്കാം. ഫസ്റ്റ് വാട്ടർ തന്നെ എടുക്കുക. ഇതാ ഞാൻ ലിങ്ക് ചെയ്യാൻ അയച്ചു തരാം. ഇതിപ്പോൾ വാട്ടറിൽ ഇപ്പോൾ pH 7 ആണ്, ന്യൂട്രലാണ്. ഓക്കെ. അപ്പോൾ ഇനി 7 കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ആസിഡിക് ക്യാരക്ടർ കൂടി വരും. ഇനി നമുക്കൊരു പിന്നെ വീക്ക് ആസിഡ് എടുക്കാം. അസിറ്റിക് ആസിഡ് പോലത്തെ ഒരു സാധനം എടുക്കാം അല്ലേ. ഇതാ ആ 7 കുറഞ്ഞിട്ട് 4 ആയി മാറി അല്ലേ. ഇനിയോ വീണ്ടും സ്ട്രോങ് ആസിഡ് HNO3 H2SO4 HCl പോലത്തെ, അതായത് സൾഫ്യൂരിക് ആസിഡ്, നമ്മളെന്ത് പറഞ്ഞു, ആസിഡുകളുടെ രാജാവ് അല്ലേ. പിന്നെയോ HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്, നമ്മളെ സ്റ്റൊമക്കിൽ നമ്മളെ ആമാശയത്തിലുള്ള ആസിഡിൻ്റെ പേരെന്താണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ. പിന്നെയോ HNO3 നൈട്രിക് ആസിഡ്. അപ്പോൾ നമ്മൾ വീക്ക് ആസിഡ് എടുത്തിട്ട് ഇനിയിപ്പോൾ സ്ട്രോങ് ആസിഡിലേക്ക് പോവാണ്. സ്ട്രോങ് ആസിഡിൽ കണ്ട pH വാല്യൂ വീണ്ടും കുറഞ്ഞല്ലേ, 2ലേക്ക് എത്തി. ഇനി നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, മുകളിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ വീക്ക് ബേസ് എടുക്കുന്നു. കണ്ട 7 മാറിയിട്ട് 9 ആയി. പിന്നെ അടുത്തത് നമ്മൾ എന്ത് ചെയ്യാണ്, സ്ട്രോങ് ബേസ് എടുക്കുകയാണ്. എന്താ സ്ട്രോങ് ബേസ് വേണ്ട 12 ആയി. പിന്നെയോ ഇനി ഒരു കാര്യം കൂടി കാണിച്ചു തരാം. ജസ്റ്റ് ഇതിൽ ആവശ്യമില്ലാത്തതാണ്, എന്നാൽ ഇതിലുള്ളൊരു ഫീച്ചേഴ്സ് കാണിച്ചു തരാം. നമ്മളെന്ത് ചെയ്ത് നേരത്തെ ഈ ഉള്ളിലുള്ള ഒരു ഇവിടെ ഇങ്ങനെ കാണിക്കുന്നില്ലേ, മോളിക്യൂൾസിൻ്റെ ഒരു ഇതാണ് അത്, അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. പിന്നെ ഈ ഗ്രാഫ് ഇത് വലിയ ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യും, പഠിക്കും. ഓക്കെ. പിന്നെ നമുക്ക് പിന്നെ അറിയാം സോഡയിൽ എന്താ ആസിഡാണുള്ളത്, സോഡയിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡാണ് എന്ത് ചെയ്യുന്നത്, ലിക്വിഫൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കാർബോണിക് ആസിഡാണ് സോഡയിലുള്ളത്. പിന്നെ സവനപ്പ് പോലെയുള്ള മെരണ്ട പോലെയുള്ള പിന്നെ മധുരപാനീയങ്ങൾ, അതായത് ശീതളപാനീയങ്ങളുണ്ടല്ലോ നമ്മൾ കുടിക്കുന്ന, അതിൽ എന്ത് ആസിഡാണുള്ളതെന്നറിയാം, ഫോസ്ഫോറിക് ആസിഡാണ് മധുരമുള്ളത്. ഓക്കെ.